ാണ് കോതമംഗലം സംഭവം. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് തന്നെ പറയുന്നത് ഇത് ലവ് ജിഹാദാണോ എന്നുള്ള സംശയം ഉണ്ട് എന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസിന്റെ മെല്ലെപ്പോക്ക് വ്യക്തമാണല്ലോ. നിർബന്ധിത മതപരിവർത്തനം, അതിനുവേണ്ടി മർദ്ദിച്ചു, പാനായിക്കുളത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു, വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടാണ് പോലീസ് ആ രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാത്തത്? എന്ത് തടസ്സമാണ് ഇക്കാര്യത്തിൽ പോലീസിനുള്ളത്? അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ. 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. പ്രണയത്തിൽ വീഴുകയും പ്രണയത്തിന്റെ കുരുക്കിലകപ്പെടുകയും സ്വാഭാവികമായും നാം ഇപ്പോൾ ജീവിക്കുന്നത് ചങ്ങമ്പുഴയുടെ കാലത്തെ പ്രണയ കാലഘട്ടത്തിൽ അല്ല എന്നുള്ള വസ്തുത കൂടി നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യബോധത്തോട് ഇക്കാര്യത്തെ സമീപിക്കേണ്ടത്. അപ്പോ ഇവിടെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യപ്പെടേണ്ടി വരുന്നു. പോലീസ് അക്കാര്യത്തിൽ BNS-ലെ 69, 108, 115 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ അതിലെ പ്രധാന കാരണക്കാരനെന്ന് കരുതുന്ന 6ഓളം നർക്കോട്ടിക് കേസുകൾ പ്രതിയാണെന്ന് സംശയിക്കുന്ന റമീസ് എന്ന് പറയുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു. യുവാവ് ഇപ്പോ പോലീസിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരുന്നു. അതിനെ തുടർന്ന് അവരുടെ മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതിന്റെ അർത്ഥത്തിൽ ഉള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഏതെങ്കിലും നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചോദ്യമായി വരുന്നത്. കത്തോലിക്ക സഭയും സ്വാഭാവികമായും ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ മധ്യത്തിലാണ് ഇത് ലവ് ജിഹാദാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ പ്രണയം നടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിനൊരു സംഘടിത ശ്രമമുണ്ട് എന്ന് RSSന്റെ അജണ്ടയാണ് കഴിഞ്ഞ കുറെ നാളുകളായി നാം കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അത് ക്രൈസ്തവ സഭകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ ക്രൈസ്തവ സഭ അങ്ങനെ പറയുമ്പോൾ അത് വർഗീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിടുന്നതിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് CPM ആണ്. സർക്കാർ പോലും ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകൾക്ക് എതിർ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അവരിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ടയാളല്ല ആത്മഹത്യ ചെയ്ത പെൺകുട്ടി, യാക്കോബായ സഭയാണ്. എങ്കിലും കത്തോലിക്ക സഭ തങ്ങളുടെ ആശങ്ക ഇക്കാര്യത്തിൽ വീണ്ടും പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ പ്രതിനിധി തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യം അത് സർക്കാർ കേൾക്കാറില്ല, പകരം മറിച്ച് ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ്. ഈ രീതിയിലാണ് സഭയുടെ വക്താക്കൾ ഇതിനെ കാണുന്നത്. ഞങ്ങളുടെ ആശങ്ക വീണ്ടും ശരിയാണ് എന്ന് ഇവിടെ ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് സഭയുടെ വക്താക്കൾ പറയുന്നത്. അത് ശരിയുമാണല്ലോ. ഇവിടെ ക്രൈസ്തവ മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ആശങ്ക നിലനിൽക്കുകയാണ്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? മഞ്ജുഷ്, ഇതില് ഏറ്റവും പരമപ്രധാനമായിട്ട് കാണേണ്ടത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം കൂടിയുണ്ട്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി പ്രണയത്തിൽ അകപ്പെടുകയും ആ പ്രണയത്തെ തുടർന്ന് വിവാഹം കഴിക്കണമെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിക്കാഹ് നടത്തണമെങ്കിൽ നിർബന്ധിതമായും ആ പെൺകുട്ടിയോ ചെറുപ്പക്കാരനോ ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമേ അത്തരത്തിൽ ഒരു വിവാഹ ബന്ധത്തിൽ നിക്കാഹ് നടത്തുന്നതിന് കഴിയുള്ളൂ. അത് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമെന്നു കരുതുന്നതും അത് ഷഹാദത്ത് കലിമ 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സെമറ്റിക് മതത്തിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഉൾപ്രേരണയിൽ നിന്ന് വരുന്നത് മാത്രമാണ്. അപ്പോൾ താങ്കൾ ഇക്കാര്യത്തിൽ മറ്റ് സംഘടനകളുടെ പങ്കാളിത്തമൊന്നും സംശയിക്കുന്നില്ല? ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായതുപോലെയുള്ള മറ്റ് സംഘടനകളുടെ പങ്ക്, അതുപോലെ തന്നെ അതൊരു സംഘടിതമായ ഒരു ശ്രമം, മുസ്ലിം ആക്കുവാനുള്ള സംഘടിതമായ ശ്രമം, അതിലേക്ക് താങ്കൾ സംശയം ഉന്നയിക്കുന്നതേ ഇല്ല അല്ലെ ബി എൻ ഭാസ്കർ? അല്ല, നിശ്ചയമായി അത്തരത്തിലൊരു സംഘടിത ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിന്റെ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജമാഅത്തുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി അടുത്തിടപഴകുന്ന ആളുകളാണ് മുസ്ലിം സമുദായം. ഒരുപക്ഷെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ക്രിസ്ത്യൻ സമൂഹത്തിൽ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളത്. പക്ഷെ എന്നാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാകുന്നത് എന്ന് പറയുന്നത് കൃത്യമായി ഇവർ ജമാഅത്തുമായി അല്ലെങ്കിൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്നതോടുകൂടി ആ കുടുംബത്തെ പോലും ജമാഅത്തിന്റെ ഒരു പ്രവർത്തനങ്ങളിലും പങ്കെടുപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ
നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള ശേഷി അടക്കം ജമാഅത്തുകൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ച ഇക്കാര്യത്തിൽ സഭകളുടെ ആശങ്കയും അതുപോലെ തന്നെ BJP-യുടെ ആരോപണവും അത് ലവ് ജിഹാദിലേക്കാണല്ലോ, അത് താങ്കൾ ഇവിടെ സംശയിക്കുന്നതേ ഇല്ല എന്ന് തന്നെയല്ലേ? അത് നിശ്ചയമായും അതൊരു ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വെറും ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. ശരി, ശ്രീ കെന്നഡി കരിമ്പിൽകാലയിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കോതമംഗലത്ത് നടന്ന ഈ ആത്മഹത്യ, അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നത് എന്നാണ് അഡ്വക്കേറ്റ് BN ഹസ്കറുടെ വാദം. ഇക്കാര്യത്തിൽ CPM-ഓ അല്ലെങ്കിൽ കോൺഗ്രസോ അങ്ങനെ ഇടത് വലത് മുന്നണികളൊന്നും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനമേ നടത്തിയിട്ടില്ല. ഇതങ്ങനെ ലവ് ജിഹാദിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷയമായിട്ട് അവർ കാണുന്നുമില്ല. അതാണ് മഞ്ജുഷേ, ഭാസ്കറിന് ഇങ്ങനെയല്ലാതെ വേറെ എന്ത് പറയാൻ കഴിയും? കാരണം അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് നിർവഹിക്കുന്നു എന്ന് മാത്രം കരുതുക. ഇപ്പോൾ അതേ സമയത്ത് തന്നെ കൊല്ലത്തുനിന്ന് ഒരു പെൺകുട്ടിയുടെ അമ്മ മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു ഇതേ സമുദായത്തിലെ ഒരു പയ്യനാണ് മറുവശത്ത്, കേസ് പോലും എടുത്തിട്ടില്ല എന്നാണ് അവർ പരാതി പറഞ്ഞത്. അപ്പോൾ അതും ഇസ്ലാമോഫോബിയ അല്ല. ഇതിനു മുമ്പ് പലതും ഇങ്ങനെ നമ്മൾ പറഞ്ഞപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നതേ ഇത് തന്നെയാണ്. ഇവർക്ക് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനേ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ ഇതല്ല പ്രശ്നം. എനിക്കൊരു ടെക്നിക്കൽ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഹസ്കറിനെ ഇത്രയൊക്കെ തന്നെ പറയാൻ കഴിയുള്ളൂ. ഇതിനകത്ത് എത്രയും വേഗം ഒരു നിയമനിർമ്മാണം നടപ്പാക്കാനുള്ള ഒരു ശുഷ്കാന്തിയാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ നടത്തേണ്ടത്. നോക്കൂ, അക്കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയോ അക്കാര്യത്തിൽ എന്തെങ്കിലും നീക്കം നടത്താനോ തയ്യാറാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കൂ. ചെയ്യില്ല. കാരണം നമുക്കറിയാം, ഈ കന്യാസ്ത്രീകളുടെ ഒരു വിഷയത്തിൽ ഛത്തീസ്ഗഡിൽ ഒരു കേസിട്ട് കന്യാസ്ത്രീകളെ ഒന്ന് അറസ്റ്റ് ചെയ്തേ ഉള്ളൂ. കണ്ട പുകിൽ നമ്മൾ കണ്ടതല്ലേ, ഇവിടുന്ന് എത്ര പേരെ കെട്ടിക്കേറിയതെന്ന് കാണിച്ച നാടകങ്ങളും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അതേസമയം ഇവിടെ ഇത്ര ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ട് പോലും ആ വിഷയത്തിൽ വാ തുറക്കാത്തതിൻ്റെ കാരണം നമുക്കറിയാം. കാരണം ഒരു സമുദായത്തെ അപ്പീസ് ചെയ്യാൻ, ഒരു സമുദായത്തെ സുഖിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്ന താണ രാഷ്ട്രീയത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. ഇത്രയും ലവ് ജിഹാദിൻ്റെ ആരോപണങ്ങൾ സഭയുടെ ഉത്തരവാദിത്തം, പാലാപിതാവ് മാത്രമല്ലല്ലോ, എത്രയോ പിതാക്കന്മാർ, എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവർ, മുൻ മുഖ്യമന്ത്രി, എത്രയോ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഇതെല്ലാം പച്ച പരമാർത്ഥമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇതിനകത്ത് പിന്നെ ചോദിക്കുന്നത്, എവിടെയെങ്കിലും ലവ് ജിഹാദിന് കേസുണ്ടോ? ലവ് ജിഹാദിന് ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ?